ഹായ് സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി 6th സെം പരീക്ഷ ആരംഭിക്കുകയാണ്. 2024 ഏപ്രിൽ 5 ആരംഭിക്കുന്ന പരീക്ഷ BSc മാത്തമാറ്റിക്സിൽ ഏപ്രിൽ 5 നടക്കുന്ന പരീക്ഷ കോംപ്ലക്സ് അനാലിസിസ് ആണ്. കോംപ്ലക്സ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ കോംപ്ലക്സ് അനാലിസിസ് 2018 അഡ്മിഷൻ മുതലുള്ള സിലബസാണ്. 2018 അഡ്മിഷൻ, 19 അഡ്മിഷൻ, 20 അഡ്മിഷൻ കുട്ടികളുടെ സിലബസാണ് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 2021 അഡ്മിഷൻ കുട്ടികൾക്ക് കോംപ്ലക്സ് അനാലിസിസിന് വേറൊരു സിലബസാണ്. 2018 മുതൽ 20 വരെയുള്ള അഡ്മിഷൻ കുട്ടികളുടെ മൊഡ്യൂൾ 1 ചാപ്റ്റർ 5, മൊഡ്യൂൾ 2 ചാപ്റ്റർ 6, മൊഡ്യൂൾ 3 ചാപ്റ്റർ 7 ആണ്. അതിനകത്തെ സെക്ഷൻസാണ്. 2021 അഡ്മിഷൻ കുട്ടികളുടെ സിലബസ് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1-നകത്ത് 4.5-ഉം 4.6-ഉം, മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 5th ചാപ്റ്ററും മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് 6th ചാപ്റ്ററുമാണ്. 7th ചാപ്റ്റർ 2021 അഡ്മിഷൻ കുട്ടികൾക്ക് ഇല്ല. 5th സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കോംപ്ലക്സ് അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 5th സെമ്മിൻ്റെ നോക്കുകയാണെങ്കിൽ 2018 അഡ്മിഷനും 19 അഡ്മിഷനും 20 അഡ്മിഷനും 21 അഡ്മിഷനും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത്. എന്നാൽ 2021 അഡ്മിഷൻ വേറെ സിലബസ് ആയിരുന്നു. എന്നിരുന്നാൽ പോലും മറ്റ് സീനിയേഴ്സിൻ്റെ അതേ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു. അപ്പോൾ സീനിയേഴ്സിനുള്ളതും 2021 അഡ്മിഷൻകാർക്കും ഇല്ലാത്ത ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും റീസണബിൾ അറ്റൻഡിനും ഒക്കെ മാർക്ക് 5th സെമ്മിൽ തന്നിട്ടുണ്ട് പേപ്പർ വാല്യുവേഷൻ്റെ സമയത്ത്. അതേപോലെ 6th സെമ്മ് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, 2021 അഡ്മിഷനെ കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 7ാമത്തെ ചാപ്റ്റർ ഇല്ല, നിങ്ങളുടെ സിലബസ് ഇല്ല, നിങ്ങളുടെ സീനിയേഴ്സിനുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ അവരുടെ 7ാമത്തെ ചാപ്റ്റർ, അതായത് കൺഫോമൽ മാപ്പിങ്, മൊബിയസ് ട്രാൻസ്ഫോർമേഷന്, ജോമെട്രിക്കൽ, ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേക്കാം. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കൺഫോമൽ മാപ്പിങ്ങോ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ, ക്രോസ് റേഷ്യോ അങ്ങനെ ടേം വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസ് ഇല്ലാത്തതാണ്. നിങ്ങളത് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. ഇനി നോക്കുക, മൊഡ്യൂൾ 1 കോഷി ഇൻ്റഗ്രൽ ഫോർമുല ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്, ബൗണ്ട്സ് ഓഫ് അനലറ്റിക് ഫങ്ഷൻസ് തുടങ്ങിയവയാണ്. അതായത് 2021 അഡ്മിഷൻ കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുകയാണ്. കോഷി ഇൻ്റഗ്രൽ ഫോർമുലയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് പ്ലേലിസ്റ്റിനകത്ത് കോംപ്ലക്സ് അനാലിസിസ് കയറി അതിനകത്ത് കോഷി ഇൻ്റഗ്രൽ ഫോർമുല, കോഷി തിയറത്തിൻ്റെയൊക്കെ പ്രോബ്ലംസ് 3-4 ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കി പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി. പിന്നെ അതിനകത്ത് ലൗലീസ് തിയറം, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര, മൊറേറാസ് തിയറം, അത് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സിലബസിൽ 5th സെമ്മിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു. എന്നാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ആ കാര്യങ്ങൾ ഇപ്പം ചോദിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, മൊഡ്യൂൾ 2-നകത്ത് അനലറ്റിക് ഫങ്ഷൻ എന്താണെന്ന്, അതിൻ്റെ സീരീസ് റെപ്രസെൻറ്റേഷൻ, ലോറൻസ് സീരീസ്, ടൈലർ സീരീസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അത് വൃത്തിക്ക് പഠിക്കുക. അതിൻ്റെ പ്രൂഫ് വേണ്ട. പവർ സീരീസ്, അതിൻ്റെ കൺവേർജൻസ്, ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ കൺവേർജൻ്റ് ആണോ, അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ, an+1/an ലിമിറ്റ്, അതിൻ്റെ റെസിപ്രോക്കൽ, അല്ലെങ്കിൽ എന്ത് റൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ, അതൊക്കെയാണ് നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ്. പിന്നെ ഈ ലോറൻസ് സീരീസ് വെച്ച് സീറോസ്, സിംഗുലാരിറ്റീസ് ഒക്കെ കാണാൻ, സിംഗുലാർ പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അനലിറ്റിക് അല്ലാത്ത പോയിൻ്റ്. സിംഗുലാരിറ്റീസ് 2 ടൈപ്പ്, ഐസൊലേറ്റഡും നോൺ ഐസൊലേറ്റഡും. ഐസൊലേറ്റഡിന് ഡിഫറെൻറ്റ് ടൈംസ്, റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ഓഫ് എസെൻഷ്യൽ സിംഗുലാരിറ്റി.
ഇത് എന്തൊക്കെയാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് റിമൂവൽ സിംഗുലാരിറ്റി അങ്ങനെ കണ്ടുപിടിക്കാൻ ചോദ്യങ്ങൾ കാണും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് വൃത്തിക്ക് പഠിക്കുക. അതും എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് കോംപ്ലക്സ് അനാലിസിസിനകത്ത് സിംഗുലാരിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുണ്ട്, അത് വൃത്തിക്ക് മനസ്സിലാക്കുക. മൊഡ്യൂൾ 3 റെസിഡ്യൂ തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് നല്ല വൃത്തിക്ക് പഠിക്കണം. പിന്നെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ട്രിഗ്നോമെട്രിക് ഇൻ്റഗ്രൽ 0 തൊട്ട് 2π വരെയുള്ള ഇൻ്റഗ്രലിൻ്റെ, അതേപോലെ തന്നെ -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, ജോർദാൻ കർവ് ഉപയോഗിച്ച് ചെയ്യുന്നതും അല്ലാത്തതും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഇൻ്റർനെറ്റ് കോണ്ടൂർസും തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ പ്രോബ്ലംസ് നല്ല വൃത്തിക്ക് എഴുതി പഠിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ 2021 അഡ്മിഷൻ കുട്ടികൾക്ക്. 7ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. അപ്പം മാക്സിമം കാര്യങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് 2018 മുതൽ 20 വരെയുള്ള അഡ്മിഷൻ കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 7ാമത്തെ ചാപ്റ്റർ ഉണ്ട്, കൺഫോമൽ മാപ്പിംഗ് എന്താണെന്നും അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ്, മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, സർക്കിളിനെ സർക്കിളാക്കുന്നതും ലൈനാക്കുന്നതും ആ കാര്യങ്ങളുമൊക്കെ നല്ല വൃത്തിക്ക് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും കോംപ്ലക്സ് അനാലിസിസും ജയിക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.